മിസ്റ്റർ അരുൺ, ചരിത്രത്തിൽ ഇതിലും വലിയ തിരിച്ചടി LDF നേരിട്ടിട്ടുണ്ട്. 1977 ഒറ്റ സീറ്റ് കിട്ടാതെ വന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം 1980 വർദ്ധിത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം 2019 ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി ഇനി എന്ത്? ആകെ ഒരു സീറ്റ് ആലപ്പുഴയിലേക്ക് ഒതുങ്ങി. 123 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു. ബാക്കിയുള്ള 17 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് അന്ന് ഇടതുപക്ഷം ലീഡ് ചെയ്തത്. അപ്പൊ ഇനി എന്താണ് പ്രശസ്തി എന്നെല്ലാം ചോദിച്ച് 1.5 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനിൽ 5 LDF നേടി, 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF നേടി, 946 ഗ്രാമപഞ്ചായത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്ത് LDF വിജയിച്ചു. ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ 5 തലത്തിലേക്കും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി. വീണ്ടും 4 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ മെയ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് വന്ന സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. 91 സീറ്റിൽ നിന്ന് 99 മാറി, 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറി. അപ്പൊ 2019 മെയ്യിൽ നിന്ന് 2021 മെയ് ആയപ്പോഴേക്കും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭരണ തുടർച്ചയിലേക്ക് വരാനും കൂടുതൽ ആകർഷകമായിട്ടുള്ള വിജയം നേടാൻ കഴിഞ്ഞതും 2019 ഞങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു. ആ വിധിയെ ഞങ്ങൾ അംഗീകരിച്ചു. എവിടേക്കാണ് പോരായ്മ വന്നത് എന്ന് കൃത്യമായി പരിശോധിച്ചു. ആ പോരായ്മകൾ കണ്ടെത്തി. അവ തിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി. അവ ജനങ്ങളുമായി സംവദിച്ചു, ജനങ്ങളുമായി പങ്കുവച്ചു. കുറവ് വന്ന മേഖലകൾ ഞങ്ങൾ പരിഹരിച്ചു. ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടു. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കം ഓരോ വീടുകളിലും എത്തി ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ മണിക്കൂറുകൾ ചെലവഴിച്ച് അവ കേട്ട് ഞങ്ങളുടെ ഓരോ കുറവുകളും പരിഹരിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് 2021 കൂടുതൽ വിനയാന്വിതരായി ജനങ്ങളെ കേട്ട CPM നേതൃത്വം 3 വർഷം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആ പരിപാടി നിർത്തിയത്? ഇല്ല, ഞങ്ങൾ ആ പരിപാടി നിർത്തിയിട്ടൊന്നുമില്ല. ഇവിടെ പല സാഹചര്യങ്ങൾ ഈ ഗവൺമെന്റ് അല്ല, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഗവൺമെന്റ് തുടർച്ചയായി 8ാം വർഷത്തിലേക്കാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാകും, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുള്ള എല്ലാ വിഷയത്തിലും ഇടതുപക്ഷത്തിന്റെ ഒരു പങ്ക് വളരെ വലുതായിരുന്നു. അത് ഇലക്ട്രൽ ബോണ്ടായാലും, ബിൽക്കീസ് ബാനുവിന്റെ കേസായാലും, കാശ്മീരിനെ കീറിമുറിച്ചപ്പോഴായാലും, പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള സമരമായാലും, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചപ്പോൾ അതിനെതിരെ നടത്തിയ നിയമ പോരാട്ടമായാലും, സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയത്തിനെതിരെ ഡൽഹി കേന്ദ്രീകരിച്ച് സമരം നടത്തിയപ്പോഴും, അതുപോലെ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയപ്പോഴും നിങ്ങൾ നടത്തിയ ഒരുപക്ഷെ അഭിമാനകരമായ ഇന്ത്യയിൽ തന്നെ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് CPM നടത്തിയ അത്യുജ്വലമായ പോരാട്ടങ്ങളാണ്. പക്ഷേ മറ്റിടങ്ങളിൽ നോക്കൂ, തമിഴ്നാട്ടിൽ അതിനുവേണ്ടിയാണ് 2 സീറ്റ് നിങ്ങൾക്ക് കിട്ടി. വെസ്റ്റ് ബംഗാളിൽ സീറ്റ് നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് രാജസ്ഥാനിൽ നിന്ന് സീറ്റ് കിട്ടുന്നു. അവിടെ CPML-ന് സീറ്റ് കിട്ടുന്നു, CPI-ക്ക് തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടുന്നു. പക്ഷേ കേരളത്തിൽ 12 സീറ്റുകൾ പ്രതീക്ഷിച്ചെടുത്ത് 1 സീറ്റിലേക്ക് മാത്രം നിങ്ങൾ ചുരുങ്ങുകയും കേരളത്തിൽ LDF-ന്റെ മന്ത്രിമാരുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും നിങ്ങൾ പിന്നാക്കം പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദേശീയതലത്തിൽ നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ ദേശീയതലത്തിലുള്ള സീറ്റിൽ വർധനവിൽ കാണാം. പക്ഷേ കേരളത്തിൽ എന്ത് സംഭവിച്ചു? താങ്കൾ തന്നെ പറഞ്ഞ വാചകമെടുത്താൽ 2019-നും 2021-നും ഇടയിൽ പാർട്ടി തെറ്റിദ്ധരുത്തി. പക്ഷേ 2021-നും 2024-നും ഇടയിൽ എന്ത് ചെയ്തു? അതാണ് ചോദ്യം. 2021-നും 2024-നും ഇടയിലും നല്ല രൂപത്തിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. നമ്മെ ഒരു തരത്തിലും പ്രഖ്യാപിച്ച പദ്ധതികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നന്നായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പെൻഷൻ കൊടുത്തില്ല, ആ പെൻഷന് കുടിശ്ശിക വന്നു. അതിനെന്താണ് കാരണം? കേന്ദ്രം നടത്തിയ പലതരത്തിലുള്ള ഉപരോധവും പെൻഷൻ ഫണ്ട് ബോർഡും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കാണുന്നത് KS അരുൺകുമാർ, നിങ്ങൾ വിശദീകരിക്കുന്നതിൽ വിജയിച്ചു, പക്ഷേ വിശ്വസിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അല്ല, ആ കുറവ് ഞങ്ങൾ പരിഹരിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിശദീകരിച്ച കാര്യങ്ങൾ അതേ സ്പിരിറ്റോടെ ഉൾക്കൊള്ളാൻ ഒരു വിഭാഗം ജനങ്ങൾക്ക് കഴിയാത്തത്. പ്രധാനപ്പെട്ട കാര്യമാണ് KS അരുൺകുമാർ. 2019-മായി ഇത് നിങ്ങൾ താരതമ്യം ചെയ്യുമെന്ന് എനിക്ക് അറിയാം. നേരത്തെ തന്നെ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും അതാണ്. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാര്യം 2019 വലിയ രീതിയിലുള്ള ഒരു രാഹുൽ തരംഗം, വലിയ രീതിയിലുള്ള ശബരിമല വിഷയം, ഇതെല്ലാം മുന്നിലുണ്ടായിരുന്നു. 2020 ആകുമ്പോഴേക്കും ഈ ശബരിമല തരംഗം അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്നു. പ്രാദേശികമായിട്ട്
നിങ്ങളുടെ സംഘടനാ മികവ് അവിടെ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുന്നു. 2021 ആകുമ്പോഴേക്കും കോവിഡിന്റെയും നിപ്പയുടെയും പ്രളയത്തിന്റെയും ഒക്കെ അഡ്വാൻറ്റേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ക്രൈസിസ് നിങ്ങൾ മാനേജ് ചെയ്യുന്നു കെ എസ് അരുൺകുമാർ. പക്ഷേ 2021 ശേഷം യഥാർത്ഥ ഭരണ മികവ് കൂടി ജനങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചിട്ടില്ലേ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ കെ എസ് അരുൺകുമാർ. മിസ്റ്റർ അരുൺ, അങ്ങ് പറഞ്ഞു തമിഴ്നാട്ടിൽ CPM-ന് വിജയമുണ്ടായി, അതുപോലെ ബീഹാറിലും വോട്ടിംഗ് ശതമാനത്തിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടായി, രാജസ്ഥാനിൽ സീറ്റ് കിട്ടി, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചത്, ബംഗാളിലും വോട്ടിംഗ് ശതമാനത്തിൽ 2019 മുന്നേറിയിട്ടുണ്ട്, ദേശീയ തലത്തിൽ നേട്ടമുണ്ടായി, കേരളത്തിൽ നേട്ടമുണ്ടായില്ല എന്ന് പറഞ്ഞു. അവിടെയെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് മത്സരിച്ചത്. കേരളത്തിൽ നമുക്കറിയാം, കേരളവും പഞ്ചാബ് അടക്കം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും മുഖ്യ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസ് ഉണ്ടല്ലോ എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയും ഒരു വിഭാഗം ആളുകളിൽ വന്നിട്ടുണ്ടാകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴും ആ ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഉപരോധങ്ങൾ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഇടപെടലുകൾ, ആ ഇടപെടലുകളെ തരണം ചെയ്യാൻ ഞങ്ങൾ നടത്തിയ ആ ശ്രമം ജനങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊള്ളാത്തതിന്റെ ഒരു പ്രശ്നം അത് കൃത്യമായി ഞങ്ങൾ അഡ്രസ് ചെയ്യും. ഞങ്ങൾ താഴേക്ക് ഇറങ്ങും, ജനങ്ങളുമായി സംവദിക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. എവിടെയൊക്കെയാണ് ജനങ്ങൾക്ക് സംശയമുള്ളത് പരിഹരിക്കും.